ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം അഭിരാം സുന്ദർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ഈ പുറകെ കിടക്കുന്ന ആ ഒരു മുതൽ കണ്ടോ? അപ്പോൾ എന്താ സംഭവം എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ വണ്ടിക്ക് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ കൂടുതലും വീഡിയോകളിലെല്ലാം ഒത്തിരി വണ്ടികളൊക്കെ കാണും. പക്ഷേ ഈ ഒരൊറ്റ വണ്ടി പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത്. 1988 മോഡൽ ഒരു മാരുതി 800 ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ അത്രയും പഴക്കമുള്ള വണ്ടികൾ വേറെ ഉണ്ടാകും. പക്ഷേ എൻ്റെ ഒരു അറിവിൽ പറയുകയാണെങ്കിൽ ഇത്രയും ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ഇപ്പോഴും ഈ 2022 ഇത്രയും ഒരു സെറ്റപ്പിലുള്ള ഒരു മാരുതി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ കരുതിയത്. അതുകൂടാതെ ഈ വണ്ടി നമ്മൾ കൊടുക്കാനുള്ള ഒരു ഉദ്ദേശത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് കൊടുക്കാൻ പോവാടാ. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കണം. നേരത്തെ അലോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ സ്റ്റോക്ക് വീലാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അലോയ് കിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അലോയ് കൊടുത്തു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതും കൂടെ കിട്ടും നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വണ്ടി ഒന്ന് വീഡിയോ എടുക്കാൻ വേണം, ഒന്ന് തരണേന്നൊക്കെ. പക്ഷേ അന്നൊന്നും നടന്നില്ല. ഓരോ തിരക്ക് കാരണം മാറി പോയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കണക്ക് ഒരു വണ്ടി എനിക്ക് കിട്ടത്തില്ല വീഡിയോ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയുടെ മെയിൻ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം. ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഞാൻ ഈ വണ്ടിയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനൊരു നമ്പർ പ്ലേറ്റ് നമ്മൾ കൂടുതലും വണ്ടിയിൽ നമ്മൾ എന്താണ് KL വെച്ചല്ലേ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിൻ്റെ ആയിരിക്കാം, എൻ്റെയൊക്കെ പ്രായം വന്നപ്പോൾ തൊട്ട് KL വണ്ടികളാണ് നമ്മൾ കണ്ടുള്ളത്. പക്ഷേ ഇത് ഏകദേശം 30-34 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ അന്നത്തെ നമ്പർ പ്ലേറ്റാണ് ഈ ഒരു നമ്പർ പ്ലേറ്റ്. അത് നമ്പർ നല്ല രസമാണ്, 4100. അപ്പോൾ KCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം രജിസ്ട്രേഷനാണ്. അന്ന് തിരുവനന്തപുരം, കൊല്ലം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. പിന്നീടാണ് എൻ്റെ സ്ഥലം പുനലൂരാണ്. അപ്പോൾ പിന്നീടാണ് ഈ 25 പുനലൂർ അങ്ങനെയൊക്കെ KLക്ക് വരുന്നത്. KLന് മുന്നേ ഏതോ ഉണ്ട്, പക്ഷേ എനിക്കത് കറക്റ്റ് അറിയില്ല. അതുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ KCT നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റിംഗ് ആണ്. അതായത് അത്രയും വർഷം മുന്നേ അന്നൊക്കെ ഈ പെയിൻറ്റിന് പ്രത്യേകിച്ച് പേപ്പറിലൊന്നുമില്ല. അപ്പോൾ ഇത് ബ്ലാക്ക്, ഇപ്പോഴത്തെ പേപ്പറിൽ എന്താണ് ബ്ലാക്ക് എന്നില്ലെങ്കിൽ അത് കുറ്റകരമാണ്. ഇപ്പോൾ വൈറ്റ് വണ്ടിയാണെങ്കിൽ അത് വൈറ്റ് എന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ അന്ന് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ള കളർ വണ്ടിക്ക് അടിക്കാനാണ് കേട്ടത്. അപ്പോൾ അതിൽ പേപ്പറിൽ എന്താണ് കളറൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വണ്ടിയുടെ പേപ്പറിലും കാര്യങ്ങളെല്ലാം ബ്ലാക്ക് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം പക്കയാക്കിയിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഈ പെയിൻറ്റിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തുക ഇറക്കി ചെയ്ത ഒറിജിനൽ ക്വാളിറ്റി പെയിൻറ്റിങ്ങാണ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടി മൊത്തത്തിൽ ചെയ്തിരിക്കുന്ന A to Z കാര്യങ്ങൾ ഒന്നേന്ന് റീസ്റ്റോർ ചെയ്തതാണ്. ഉദാഹരണത്തിന് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും ബ്രാൻഡഡ് 4000 രൂപ അടുപ്പിച്ച് വില വരുന്ന ഹെഡ്ലൈറ്റാണ്. ഇതിൻ്റെ ലോക്കൽ ഹെഡ്ലൈറ്റ് കിട്ടും, ടെയിലാമ്പായാലും ഹെഡ്ലൈറ്റ് ആയാലും എല്ലാം ലോക്കൽ കിട്ടും. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ ചേട്ടൻ പുള്ളിക്കാരൻ്റെ വീഡിയോയുടെ ഫ്രണ്ടിലേക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. പുള്ളിക്കാരൻ മൊത്തം ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിലെ എല്ലാ കാര്യങ്ങളും ഒറിജിനൽ തന്നെ വേണമെന്ന് പറഞ്ഞ് പല സാധനങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് വാങ്ങിച്ചിടാൻ പറ്റും. തൽക്കാലം അത് മതിയല്ലോ, ഒറിജിനൽ തന്നെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ സാധാരണ എല്ലാവരും എന്താണ് ഇത്രയും പഴക്കമുള്ള വണ്ടിക്ക് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വണ്ടി ഒന്ന് ഓടിയാൽ മതി എന്ന് നോക്കത്തുള്ളൂ. പക്ഷേ അല്ല, ഏകദേശം 1 ലക്ഷം രൂപ പുറത്ത് ചിലവാക്കിയ വണ്ടിയാണിത്. പുള്ളിക്കാരൻ ഇപ്പോൾ കൊടുക്കാൻ വേറെ വണ്ടി എടുത്തു, അതുകൊണ്ട് കൊടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കത്തേ ഇല്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം പെയിൻറ്റിങ്ങിൻ്റെ കാര്യം അത്രയൊക്കെയാണ്, നല്ല രസമാണ്. പിന്നെ നമുക്ക് അകത്തേക്ക് പോകാം. പിന്നെ ഈ സൈഡ് മിറർ ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡ് മിറർ കാണാം. ഇത് ഈ വണ്ടിയുടെ അല്ല വെച്ചിരിക്കുന്നത്, നമ്മുടെ കോണ്ടസ കാറില്ലേ, പഴയ കോണ്ടസ കാറിൻ്റെ ഒരു സൈഡ് മിററാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം അകത്തെ കാര്യങ്ങൾ നോക്കാം. ചോറൊക്കെ കണ്ടോ, ആ സൗണ്ടൊക്കെ കണ്ടോ, നല്ല രസമാണ്. അപ്പം അകത്ത് വിശേഷങ്ങളെന്ന് പറയുവാണെങ്കിൽ ഇത് കണ്ടോ, ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടിയാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഇതിൻ്റെ അകത്തെ ഡാഷ്ബോർഡ് ആയാലും എല്ലാം പുതിയത് വെച്ചാണ്. ഡാഷ്ബോർഡ്, സ്റ്റിയറിങ് എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെയൊക്കെ ഇത്രയും പഴക്കം ഉണ്ടായിട്ടും ആ ഒരു ഡാഷ്ബോർഡിൻ്റെയൊക്കെ ക്വാളിറ്റി കണ്ടോ, നല്ല രസമാണ്. പിന്നെ മാരുതി 800ൻ്റെ നേരത്തെ മോഡൽ, അതായത് ഇത് കഴിഞ്ഞിട്ടിറങ്ങിയ മോഡലുണ്ടല്ലോ, അത് പുതിയ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അതിലൊക്കെ ഉള്ള ഒരു ഡാഷ്ബോർഡിനേക്കാളും ഇതിന് ഒരു വേറൊരു രസമാണ്. ഇപ്പോൾ നമുക്കിവിടെ ഈ RPM മീറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, ചിലർ സെറ്റ് ചെയ്യുന്നൊക്കെ കണ്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ്. അതുപോലെ എൻ്റെ കയ്യിലിരുന്ന ആദ്യത്തെ കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വാങ്ങിക്കുന്ന ആദ്യത്തെ കാറെന്ന് പറഞ്ഞാലും മാരുതി 800 ആണ്. അപ്പോൾ 800 അതുകൊണ്ട് നമുക്ക് ഒരു ഇപ്പോഴായാലും ഈ വണ്ടിയിലിരിക്കുമ്പോൾ എനിക്കൊരു ഇതാണ്, അയ്യോ അന്ന് എങ്ങനെയൊക്കെ കൊണ്ടിടുന്ന വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലൊരു വണ്ടിയാണല്ലോ നമ്മുടെ കയ്യിൽ വരുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ സാധാരണക്കാരും കാറെന്ന സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നത് തന്നെ മാരുതി 800 ആണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. പണ്ടത്തെ തന്നെ ഏറ്റവും വലിയ വാഹനങ്ങളായിരിക്കുമല്ലോ ഇത്. ഇപ്പോഴത്തെ ബെൻസ്, BMW അങ്ങനത്തെയൊക്കെ സീരീസിലുള്ള കാറായിട്ട് അന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വണ്ടിയെ. അപ്പോൾ അങ്ങനെ മാരുതി 800 ഇത് കണക്ക് എനിക്ക് വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്.
അപ്പോൾ അതുപോലെ ബാക്കിലെ കാര്യങ്ങൾ കാണിച്ചു തരാം. ബാക്കിലെ സീറ്റും കാര്യങ്ങളും കണ്ടോ, സൈഡും അതുപോലെ ടോപ്പൊക്കെ നോക്കി. ഇത്രയും പഴക്കമുള്ള വണ്ടിയാണെന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും പഴക്കമുള്ള വണ്ടിയായിട്ടും നമുക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ AC-യുടെ ഇതാണ്. ഇത് പണ്ടത്തെ നമ്മുടെ കാസറ്റ് ഇടുന്ന സെറ്റാണ്. ഇത് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ചുമ്മാ ഇപ്പോഴും ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കൺട്രോളൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കും. ഇനി ഇവിടെ സ്റ്റീരിയോ വെക്കാനുള്ള സ്ഥലമുണ്ട്, വെക്കണമെങ്കിൽ വെക്കാം. അപ്പം AC ഇതിലെടുത്തു പറയേണ്ടത് 2001 മോഡൽ മാരുതി 800-ൻ്റെ AC ഇതിൽ രണ്ടാമത് വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ AC അല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ AC വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കൂളിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം പക്കയാണ്. പിന്നെ പൈസ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനിത് വാങ്ങിച്ചേനെ. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. ഇതിൽ ഈ പറഞ്ഞ രീതിയിൽ അലോവിയും കൂടി ഇട്ട് വരുമ്പോൾ ഉള്ള ഒരു ലുക്ക് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സെറ്റപ്പായിരുന്നു. അപ്പോൾ അലോവി കൊടുത്തുകൊണ്ട് പിന്നെ അലോവിയുള്ള ലുക്കിൻ്റെ കാര്യം ഞാൻ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്ക് ഒന്നുകൂടെ ഒന്ന് വിശാലമായിട്ട് കാണിച്ചു തരാം. വേണ്ട, പിന്നെ നമുക്ക് 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന വണ്ടി ഇത്രയും സൗകര്യത്തോട് തന്നെ ഇത്രയും പുത്തനായി തന്നെ കിട്ടുവാണ്. കണ്ടല്ലോ, ഇത്രയും കാര്യങ്ങളാണ് അകത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ എൻജിൻ ഭാഗം വലിയ സെറ്റപ്പൊന്നും കാണത്തില്ല. കാരണം ഇത്രയും വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ്റെ ഭാഗം എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 1988 മോഡൽ വണ്ടിയുടെ ആ ഒരു എൻജിൻ നമുക്ക് കാണാം. നമുക്കൊന്ന് തുറക്കാം, വണ്ടി തുറക്കാം. എൻജിൻ തുറക്കുന്നതിൽ ഒരു സെറ്റപ്പ് ഉണ്ട്. സാധാരണ നമ്മൾ ഇവിടെ അടിയിലാണ് തുറക്കുന്നത്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഞെക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പിടിക്കുക. ഉണ്ടോ, ഇതാണ് പരിപാടി. ഇതാണ് ഈ ഒരു വണ്ടിയുടെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ബാറ്ററിയൊക്കെ പുതിയ ബാറ്ററിയാണ്. എൻജിൻ ഭാഗമൊക്കെ ഫുൾ ക്ലിയർ ആക്കി പെയിൻറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് രണ്ടാമത് ആ കംപ്രസർ കയറ്റിയത് കാണാൻ പറ്റുമോ എന്നറിയില്ല. രണ്ടാമത് കയറ്റി കംപ്രസർ കയറ്റിയതാണ് AC-യുടെയൊക്കെ. കാരണം എന്തുകൊണ്ടും വണ്ടി ബ്ലാക്ക് കളറാണ്. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് AC ഇല്ലാതെ പറ്റത്തില്ല. പക്ഷേ ഇത്രയും പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ പോലും ഒരിക്കലും നമുക്ക് ആ ഒരു പഴക്കം ഇതിൽ തോന്നുകയില്ല. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ഒരു ചെറിയ ഇൻഡിക്കേറ്റർ പോലും ആണെങ്കിലും ഇതുവരെ പുതിയത് മേടിച്ച് കമ്പനി സാധനം മേടിച്ച് വെച്ചതാണ്. അങ്ങനെ ഓരോ പാർട്സും ഇതെല്ലാം പുതിയത് നോക്കി സംഘടിപ്പിച്ച് വെച്ചതാണ്. പിന്നെ ഈ നമ്പർ നമുക്ക് ദൂരെ എവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കാണുന്നതായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബാക്ക് സൈഡായിട്ട് വരുന്നത്. ഇത് പിന്നെ ആ പെയിൻറ്റിങ്ങിൻ്റെ കൂടെ നമുക്ക് ഇത്രയും വലിയൊരു ഗ്ലാസ്സിൽ നമുക്ക് ചെറിയൊരു കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു കാണാൻ തന്നെ ഒരു ലുക്കാണ്. അത് കൂടാതെ കണ്ടോ, ഇതിൽ ഒരു വൈപ്പർ ബാക്കിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് സംഭവം ഡമ്മി വൈപ്പർ കൊടുത്തിരിക്കുക. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എന്താ ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടിക്ക് എങ്ങനെ ബാക്കിൽ വൈപ്പർ വന്നു? അന്നും ഈ ടെക്നോളജികളൊക്കെ ഉണ്ടായിരുന്നോ എന്നൊരു തോന്നൽ വരും. പക്ഷേ ആ ഒരു വൈപ്പർ ഇതിനെ നല്ല രസമാണ് വണ്ടി കാണാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പ് ഇതെല്ലാം പുതിയത് ബ്രാൻഡഡ് സാധനം തന്നെ വാങ്ങിച്ചു വെച്ചതാണ്. ഒരിക്കലും ഒരു ലോക്കൽ ഐറ്റം അല്ല വെച്ചിരിക്കുന്നത്. ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ഒരു 100 നട്ടും ബോൾട്ടും ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും അതിലൊരു 10-90 നട്ടും ബോൾട്ടെങ്കിലും ആ ചേട്ടൻ പുതിയത് വാങ്ങിച്ചിട്ടതാണ്. അത്രത്തോളം ഈ വണ്ടിയെ പുള്ളിക്കാരൻ മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം എങ്ങനെ ഉണ്ടെന്ന്. കാരണം ഇത്രയും വർഷം പഴക്കമുള്ള വണ്ടി എന്നൊക്കെ പറയുമ്പം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. നമ്മൾ AC ഇട്ടിട്ടില്ല, ഗ്ലാസ് കാത്തിട്ടേക്കുക. കണ്ടോ, നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇച്ചിരി ഉള്ളു, ചെറിയ സ്റ്റിയറിംഗാണ്. ഒരു കവറും കൂടെ മേടിച്ചിട്ട് നമുക്ക് ഇച്ചിരി വലിയ സ്റ്റിയറിംഗ് പോലൊക്കെ തോന്നും. കണ്ടോ, നമുക്ക് നല്ല ഫ്രീ ആയി. ഈ പവർ സ്റ്റിയറിംഗ് അല്ലെങ്കിലും നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സാധാരണ വണ്ടികളിൽ ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് ആണെന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോൾ ഇത്രയും വർഷം മുന്നേ പവർ സ്റ്റിയറിംഗ് ഒന്നും ഇല്ല. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ല. അതാണ്ട് നമ്മളിപ്പോൾ തീരെ നൈസായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു വളവാണ്. അതുകൊണ്ട് ചുമ്മാ ഒന്ന് കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ടി. ഇത്രയും പഴക്കമുള്ള വണ്ടിയായിട്ടും നല്ല കട്ടറുള്ള റോഡിൽ കൂടെ നമ്മൾ പോകുന്നത്. എങ്കിലും വലിയ സൗണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് വണ്ടിയൊന്നും തോന്നുന്നില്ല. നല്ല സ്മൂത്തായിട്ട് വണ്ടി പോകുന്നുണ്ട്. അതുപോലെ എൻജിൻ്റെ സൗണ്ടും. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ഏറ്റം കയറാൻ പോവാം. ജസ്റ്റ് അങ്ങോട്ടൊന്ന് കാണിച്ചേ. പക്ഷേ ഏറ്റം കയറാൻ നേരത്തും വലിയ സൗണ്ട് പ്രശ്നമൊന്നുമില്ല. നോക്കിയേ, അന്നത്തെ ആ കാലഘട്ടത്തിലെ എൻജിൻ്റെ ശബ്ദം കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാതെ സൈലൻസറിൻ്റെ അവിടെ നിന്ന് വലിയ ശബ്ദമോ
നോയ്സുകളൊന്നും കിട്ടുന്നില്ല. ഇത്രയാണ് നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാം. എനിക്ക് ഓടിച്ച് നോക്കിയിട്ട്, പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങൾ. അപ്പം ഈ വണ്ടിയുടെ വില അറിയാനായിരിക്കും എല്ലാവർക്കും ഒരു ആകാംക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അറിയാലോ, ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വണ്ടി ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ 1 ലക്ഷം രൂപയെ കൂടുതൽ മുടക്കി ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ വില എല്ലാവർക്കും ഒന്ന് ഊഹിക്കാതെയാണ്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മോഹവില ഉള്ള വാഹനങ്ങളാണ്. അപ്പം ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് 70,000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. 70,000 രൂപയെ ഇതിന് പറഞ്ഞിട്ടുള്ളൂ. വണ്ടി നിങ്ങൾക്ക് വന്ന് കണ്ട് ഓടിച്ച് നോക്കി ടെസ്റ്റ് ഡ്രൈവ് നടത്തി എല്ലാം നോക്കാം. കാരണം അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് 100% എനിക്ക് ഗ്യാരൻറ്റി പറയാം ഈ വണ്ടി അത്രയും പക്കയായിട്ട് കിടക്കുന്നതാണ്. കാരണം ഞാനും ഓടിച്ച് നോക്കിയതാണ്, ഓടിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് എനിക്ക് പൈസ ഉണ്ടായി ഞാൻ വാങ്ങിച്ചതിന്. അപ്പം നിങ്ങൾ താഴത്ത് കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വണ്ടി വാങ്ങിക്കുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൻ്റെ കാര്യം പലരും മറന്നു പോകുന്നുണ്ട്, എനേബിൾ ചെയ്യണം. എങ്കിലേ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകാൻ പോവാണ്, നാളെ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നാളെ മറ്റന്നാളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.